ബംഗളൂരുവിൽ നിന്ന് എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാലയിടാനെത്തുന്ന അമ്മമാരെ പരിചയപ്പെടാം. ഇത്തവണ കർണാടക സ്വദേശിയെയും കൊണ്ടാണ് ഈ അമ്മമാർ പൊങ്കാലയിടാനെത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് പൊങ്കാലയിടാനായി തിരുവനന്തപുരത്തെത്തിയ കുറേ അമ്മമാർ നമുക്കൊപ്പം ചേരുകയാണ്. എത്ര വർഷമായി പൊങ്കാലയിടാൻ വരാൻ തുടങ്ങി? 3 വർഷമായി. അതെ. ഇവിടെ തന്നെയാണോ സ്ഥിരമായിട്ട്? അല്ല, ഞങ്ങൾ 2 പ്രാവശ്യം പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അവിടെ ഇട്ടു, 2 പ്രാവശ്യം അവിടെ ഇട്ടു, 1 പ്രാവശ്യം ഇവിടെ ഇട്ടു. എങ്ങനെയാ വന്നത്? നമ്മള് കൊച്ചുവേളിയിലാണ് വന്നത്. നമ്മൾ 8 വർഷം കൊണ്ട് വരെയാണ് ഇവിടെ പൊങ്കാല ഇടാനായിട്ട്. അമ്മയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ട്. എത്ര വർഷമായി ബാംഗ്ലൂർ താമസിക്കുന്നത്? ഞങ്ങൾ 60 വർഷമായി. 60 വർഷമായി ബാംഗ്ലൂർ. മക്കളൊക്കെ സമ്മതത്തോടെ വരികയാണ്? അതെ അതെ. മക്കളൊക്കെ വരാറുണ്ടോ? ബാംഗ്ലൂർ 25 ഇയേഴ്സ് സെറ്റിൽഡ്, ഫസ്റ്റ് ടൈം. ലീവായി വരുമ്പോൾ മക്കൾ കഴിഞ്ഞ കൊല്ലം ആന്ധ്ര എന്റെ അടുത്ത വീട്ടിൽ നിന്ന് വന്ന പൊങ്കാലയെ പറ്റി പറഞ്ഞു കൊടുത്തോ? പൊങ്കാലയെ പറ്റി പറഞ്ഞു കൊടുത്തു, കഥയൊക്കെ പറഞ്ഞു കൊടുത്തു, ഐതിഹ്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ശരിക്കും എന്താ ഐതിഹ്യം? ഐതിഹ്യം വന്നിട്ട് കണ്ണകി, കോവലൻ്റെ ഭാര്യ കണ്ണകിയുടെ ചെലമ്പ് പാണ്ഡ്യരാജാവ് വന്നിട്ട് അവരുടെ ചെലമ്പ് മുത്താണ്. പിന്നെ വേറൊരാളുടെ ഇത് അപ്പോൾ അതെന്ത് പറയും, എൻ്റെ കട്ടു പറഞ്ഞിട്ട് ഇതായിട്ട് രാജാവ് കൊല ചെയ്തപ്പോൾ കർണകിക്ക് ദേഷ്യം വന്നു. ദേഷ്യം സഹിക്കാൻ വയ്യായിട്ട് മധുര നഗരം ചുട്ടുകരിച്ചു. അതാണ് ഐതിഹ്യം പറയുന്നത്. അവിടുന്ന് ദേഷ്യം വന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് എന്താ ഈ സമയത്തുള്ള പ്രാർത്ഥന അമ്മയ്ക്ക് മുന്നിലുള്ളത്? അതാണ് ഞങ്ങളുടെ എന്തുള്ള പ്രാർത്ഥന. ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും നന്നായിരിക്കണം എന്നുള്ള നമ്മുടെ അത്രയും. എന്തായാലും അതാണ്, ലോകത്തിൻ്റെ സുഖത്തിനായിട്ടാണ് ഈ അമ്മമാർ, ബാംഗ്ലൂരിൽ എത്തിയ ഈ അമ്മമാർ കേരളത്തിലെ ഈ തിരുവനന്തപുരത്തെത്തി പൊങ്കാല നിവേദിച്ചത്. എന്തായാലും അടുത്ത വർഷവും എത്തും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ന പ്രതീക്ഷയിലാണ് അവർ മടങ്ങുകയും ചെയ്യുന്നത്.